ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഫോസിൽ ഫ്യൂവൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ബയോ വേസ്റ്റിനെ കുറിച്ചാണ്. പണ്ടുകാലം മുതൽ തന്നെ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ഫ്യൂവൽസ് ആണ് ഫയർവുഡും ഡ്രൈഡ് കൗഡങ്ങും. ഇവ നമുക്ക് ലഭിക്കുന്നത് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമാണ്. അതുകൊണ്ട് ഈ ഫ്യൂവൽസിന് ബയോ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമാസ് എന്നാണ് പറയുന്നത്. ബയോ വേസ്റ്റ് കത്തിക്കുമ്പോൾ പാർഷ്യൽ കമ്പസ്റ്റിനാണ് നടക്കുന്നത്. അതായത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, ലെസ് ഹീറ്റേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, ധാരാളം സ്മോക്കും ഉണ്ടാകും. ഫയർവുഡ്, dried cow dung, etc. are obtained from plants and animals. They are known as bio-waste or biomass. The burning of bio-waste is a partial combustion. നമ്മൾ പല സ്ഥലത്തൂടെയും യാത്ര ചെയ്യുമ്പോൾ ചിലയിടത്ത് മാലിന്യ കൂമ്പാരങ്ങൾ കാണാറുണ്ട്. വല്ലാത്ത ദുർഗന്ധമാണതിന്. അതുകൊണ്ട് എന്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം. നമ്മുടെ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആകും, നമ്മുടെ എൻവയൺമെന്റ് പൊല്യൂട്ടഡ് ആകും. അത് കാരണം കണ്ടേജിയസ് ഡിസീസസ് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ, പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട്. സോ ബയോ വേസ്റ്റ് കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ആൻഡ് എൻവയൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് കോസ് സ്പ്രെഡിങ് ഓഫ് കണ്ടേജിയസ് ഡിസീസസ്. ഈ ബയോ വേസ്റ്റ് ഒരു ബയോഗ്യാസ് പ്ലാന്റിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഓക്സിജന്റെ ആബ്സെൻസിൽ ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം ബയോമാസ് ബയോഗ്യാസ് ആയിട്ട് മാറും. When bio waste is deposited in a biogas plant in the absence of oxygen, biogas is formed by the action of bacteria. ബയോഗ്യാസിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് മീഥെയ്നും കാർബൺ ഡയോക്സൈഡുമാണ്. ഇത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് MCB എന്ന് ഓർക്കാം. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇവിടെ മീഥെയ്ൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇൻ ബയോഗ്യാസ് എന്ന് ഓർത്തിരിക്കാം. സോ ബയോഗ്യാസിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് മീഥെയ്നും കാർബൺ ഡയോക്സൈഡുമാണ്. ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന സ്ലറി നല്ല വളമാണ്. സ്ലറി എന്ന് പറഞ്ഞാല് ഒരു ചെളി പോലിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഈ ബയോഗ്യാസ് പ്ലാന്റിന് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അതിന്റെ ലോവർ പാർട്ടിൽ. ആ ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് ഈ സ്ലറി കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബയോഗ്യാസ് പ്ലാന്റിന്റെ പിക്ചർ പേജ് നമ്പർ 154 ഫിഗർ 7.3 കാണിച്ചിട്ടുണ്ട്. അവിടെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു ഹോസ് കാണിച്ചിട്ടുണ്ട്. അതുവഴിയാണ് ബയോഗ്യാസ് ലഭിക്കുന്നത്. താഴെ ഒരു ഔട്ട്ലെറ്റ് കാണാം, അതിലൂടെയാണ് സ്ലറി കളക്ട് ചെയ്തത്. സോ ദ സ്ലറി ഡിസ്ചാർജ്ഡ് ഫ്രം ദ ബയോഗ്യാസ് പ്ലാന്റ് ഈസ് എ ഗുഡ് മാനുവർ. ബയോ വേസ്റ്റ് ബയോഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഗ്രേറ്റർ കലോറിഫിക് വാല്യൂ ഉള്ള ഒരു ഫ്യൂവല് ലഭിക്കുകയാണ്. 1 കിലോഗ്രാം ഫ്യൂവൽ ബേൺ ചെയ്താൽ എന്തുമാത്രം ഹീറ്റ് എനർജിയാണ് ലിബറേറ്റ് ചെയ്യുന്നത് എന്നതാണ് കലോറിഫിക് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 കിലോഗ്രാം ബയോഗ്യാസ് കത്തിച്ചാൽ ലഭിക്കുന്ന ഹീറ്റ് 1 കിലോഗ്രാം ബയോമാസ് കത്തിച്ചാൽ കിട്ടുന്ന ഹീറ്റിനെക്കാട്ടിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ബയോഗ്യാസിന് ഗ്രേറ്റർ കലോറിഫിക് വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന്റെ അഡ്വാൻറ്റേജ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ മിനിമൈസ് ചെയ്യാനും സാധിക്കും. ഈ മാലിന്യമെല്ലാം വെളിയിൽ കിടക്കത്തില്ല, എല്ലാം ഈ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉള്ളിലായിരിക്കും. സോ അതുകൊണ്ട് എൻവയൺമെന്റും പൊല്യൂട്ടഡ് ആകത്തില്ല. അത് കാരണം ഹെൽത്തിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തുമില്ല. ഫ്യൂവൽ എഫിഷ്യൻസിയെ കുറിച്ചാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. പേജ് നമ്പർ 154 കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് ആൻസർ ചെയ്യാം. What is the weight of the LPG filled in the cylinders supplied to your homes? വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിലെ LPGയുടെ വെയിറ്റ് 14.2 കിലോഗ്രാം ആണ്. ആ സിലിണ്ടറിന് 15.5 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്.
അത് മുഴുവനായിട്ട് 29.7 കിലോഗ്രാം വെയിറ്റ് കാണും. പക്ഷെ അതിൽ LPGയുടെ മാത്രം വെയിറ്റ് 14.2 കിലോഗ്രാം ആണ്. സോ 14.2 കിലോഗ്രാം എന്ന് എഴുതുക. യൂസിംഗ് ദിസ് ക്വാണ്ടിറ്റി ഓഫ് LPG ഫോർ ഹൗ മെനി ഡേയ്സ് ക്യാൻ യു കുക്ക്? അബൌട്ട് 1 month എന്ന് നമുക്ക് ആൻസർ ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയാണ്. LPG ഏകദേശം 1 മാസം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. ഹൗ മെനി ഡേയ്സ് ക്യാൻ യു കുക്ക് യൂസിംഗ് ഫയർവുഡ് ഓഫ് ദ സെയിം വെയിറ്റ്? ഈ 14.2 കിലോഗ്രാം ഫയർവുഡ് നമുക്ക് എത്ര ദിവസം ഉപയോഗിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3-4 ദിവസം ഉപയോഗിക്കാം. സോ അബൌട്ട് 3 to 4 days എന്ന് എഴുതുക. വാട്ട് ഡിഫറൻസ് ഡു യു ഫീൽ ഇൻ ദ എഫിഷ്യൻസി ഓഫ് ദീസ് 2 ഫ്യൂവൽസ്? ഈ 2 ഫ്യൂവൽസിന്റെയും എഫിഷ്യൻസിയിലുള്ള വ്യത്യാസം എന്താണ്? LPG ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ഫയർവുഡ് എന്ന് എഴുതാം. സോ ഒരേ വെയിറ്റ് ഉള്ള 2 ഫ്യൂവൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏതാണോ കൂടുതൽ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിന് എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഒരു ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. 1 കിലോഗ്രാം ഫ്യൂവലിന് കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടന്നു കഴിയുമ്പോൾ എന്തുമാത്രം ഹീറ്റ് എനർജിയാണ് റിലീസ് ചെയ്യുന്നത്, അതിനാണ് ആ ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. കലോറിഫിക് വാല്യൂവിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് by the complete combustion of 1 kilogram of fuel is its calorific value. Its unit is kilojoule per kilogram. ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. കിലോ ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. 1 കിലോഗ്രാം ഫ്യൂവൽ എന്തുമാത്രം ഹീറ്റ് എനർജിയാണ് റിലീസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന യൂണിറ്റ് വന്നിരിക്കുന്നത്. കലോറിഫിക് വാല്യൂ കൂടിയ ഫ്യൂവലിന്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഇഫ് ദ കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ ഈസ് ഹൈ, ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് ഹൈ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് LPGയും ഫയർവുഡും തമ്മിൽ കമ്പയർ ചെയ്താൽ LPGയുടെ കലോറിഫിക് വാല്യൂ കൂടുതലായതുകൊണ്ടാണ് അതിന്റെ എഫിഷ്യൻസി കൂടുതൽ. ടെക്സ്റ്റില് പേജ് നമ്പർ 155 കുറച്ച് ഫ്യൂവൽസും അവയുടെ കലോറിഫിക് വാല്യൂവും തന്നിട്ടുണ്ട്. അതില് ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ട്, ബേസ്ഡ് ഓൺ ഇറ്റ്സ് കലോറിഫിക് വാല്യൂ വിച്ച് ഫ്യൂവൽ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് എഫിഷ്യന്റ്? ആൻസർ ഹൈഡ്രജൻ ആണ്. ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ ഉള്ള ഫ്യൂവൽ ആണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, അതായത് എളുപ്പത്തിൽ തീ പിടിക്കുന്നതാണ്. ഹൈഡ്രജൻ ഈസ് എക്സ്പ്ലോസീവ് ഇൻ നേച്ചർ, അതായത് സ്ഫോടക സ്വഭാവമുള്ള ഫ്യൂവൽ ആണ് ഹൈഡ്രജൻ. അതുകൊണ്ട് ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഹൈഡ്രജൻ ഈസ് എ ഫ്യൂവൽ വിത്ത് ദ ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ. അത് നിങ്ങളോട് ചോദിക്കാം, ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ ഉള്ള ഫ്യൂവൽ ഏതാണ്? ഹൈഡ്രജൻ. This is highly inflammable and explosive in nature. It is difficult to store and transport hydrogen. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിക്കാറുണ്ട്. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലില് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. സോ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 155 വിച്ച് ആർ ദ ഇൻസ്റ്റൻസസ് വെൻ ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ എന്ന് ചോദിച്ചിരിക്കുന്നു. അതിന്റെ ആൻസർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഇൻ ഫ്യൂവൽ സെൽസ്. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഫോർ റോക്കറ്റ്സ്. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ പവർ വെഹിക്കിൾസ്. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഇൻ പെട്രോളിയം റിഫൈനിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വൈ ഈസ് ഹൈഡ്രജൻ നോട്ട് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ? ഹൈഡ്രജൻ ഫ്യൂവല് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ട്? കാരണം ഹൈഡ്രജൻ ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, എക്സ്പ്ലോസീവ് നേച്ചർ ആണ് അതിന്. അതുകൊണ്ട് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഡൊമസ്റ്റിക് ഫ്യൂവൽ ആയിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കാത്തത്.
Hydrogen is highly inflammable and explosive in nature. It is difficult to store and transport hydrogen. So, hydrogen is not used as a domestic fuel. ഒരു ഗുഡ് ഫ്യൂവലിന്റെ പ്രോപ്പർട്ടീസ് ആണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഷുഡ് ബി ഈസിലി അവൈലബിൾ. ഫ്യൂവൽ എളുപ്പത്തിൽ ലഭ്യമാകണം. ഷുഡ് ബി ഓഫ് ലോ കോസ്റ്റ്. ചെലവ് കുറഞ്ഞതായിരിക്കണം. ഷുഡ് ഹാവ് എ ഹൈ കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ കൂടിയതായിരിക്കണം. ഷുഡ് കോസ് മിനിമം അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഓൺ കമ്പസ്റ്റൻ. കമ്പസ്റ്റൻ നടക്കുമ്പോൾ മിനിമം അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനെ ഉണ്ടാക്കാവുള്ളൂ. ഷുഡ് ബി ഈസിലി സ്റ്റോറബിൾ. എളുപ്പത്തിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കണം. എ ലിക്വിഡ് ഫ്യൂവൽ മസ്റ്റ് നോട്ട് ഇവാപറേറ്റ് ക്വിക്ലി അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ. ഓർഡിനറി ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫ്യൂവല് പെട്ടെന്ന് തന്നെ ഇവാപറേറ്റ് ചെയ്ത് പോകരുത്. ഒരു ഗുഡ് ഫ്യൂവലിന് വേണ്ട ചില പ്രോപ്പർട്ടീസ് ആണ് ഈ പറഞ്ഞത്. ഈ 6 പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചു വെക്കുക. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ 6 പ്രോപ്പർട്ടീസും നിങ്ങൾ എഴുതണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോം ഓഫ് എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി. ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ജനറേറ്ററിൻ്റെ അകത്ത് ആർമേച്ചർ ഉണ്ട്. അതൊരു കോയിലാണ്. ആ ആർമേച്ചർ വെച്ചിരിക്കുന്നത് 2 മാഗ്നറ്റിക് പോൾസിന്റെ ഇടയിലാണ്. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കോയിലുമായി ലിങ്ക് ചെയ്ത് കിടക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുകയും കറന്റ് ഡെവലപ്പ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സോ ജനറേറ്ററിൽ നിന്ന് കറന്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യണം. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ മെക്കാനിക്കൽ എനർജിയാണ് വേണ്ടത്. സോ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ജനറേറ്ററിൽ. ആർമേച്ചറിന് മെക്കാനിക്കൽ എനർജി എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അത് റൊട്ടേറ്റ് ചെയ്യുകയുള്ളൂ. അതിന്റെ ഫലമായിട്ട് ജനറേറ്ററിൽ നിന്ന് കറന്റ് ലഭിക്കുകയും ചെയ്യത്തുള്ളൂ. ജനറേറ്റർ വർക്ക് ചെയ്യാൻ ആവശ്യമായ മെക്കാനിക്കൽ എനർജി പല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഫ്ലോയിങ് വാട്ടർ ഉപയോഗിച്ച് മെക്കാനിക്കൽ എനർജി ലഭ്യമാക്കാം. സ്റ്റീം ഉപയോഗിച്ചും ജനറേറ്റർ വർക്ക് ചെയ്യിക്കാം. അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂവൽ ഉപയോഗിച്ച് ജനറേറ്റർ വർക്ക് ചെയ്യിക്കാം. ഇലക്ട്രിസിറ്റി ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെന്റേഴ്സ് ആണ് പവർ സ്റ്റേഷൻസ്. ഈ പവർ സ്റ്റേഷൻസിൽ ജനറേറ്റർ വർക്ക് ചെയ്യിക്കാൻ ഏത് തരം സോഴ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നതിനനുസരിച്ച് പവർ സ്റ്റേഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു പവർ സ്റ്റേഷനിൽ ഫ്ലോയിങ് വാട്ടർ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളമാണ് ജനറേറ്റർ വർക്ക് ചെയ്യാനുള്ള മെക്കാനിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ പവർ സ്റ്റേഷന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയും. ഒരു പവർ സ്റ്റേഷനിൽ ജനറേറ്റർ വർക്ക് ചെയ്യാൻ ആവശ്യമായ മെക്കാനിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യാൻ ന്യൂക്ലിയർ ഫ്യൂവൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പവർ സ്റ്റേഷന് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറയും. ഒരു പവർ സ്റ്റേഷനിൽ സ്റ്റീം ഉപയോഗിച്ചാണ് ജനറേറ്റർ വർക്ക് ചെയ്യിക്കുന്നതെങ്കിൽ ആ പവർ സ്റ്റേഷന് തെർമൽ പവർ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിൽ ഒരു ഹൈറ്റിൽ സ്റ്റോർ ചെയ്ത വാട്ടർ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി ഫ്ലോ ചെയ്യിക്കുന്നു. ആ ഫ്ലോയിങ് വാട്ടർ ടർബൈനിൽ വന്ന് വീഴുകയാണ്. സോ ഫ്ലോയിങ് വാട്ടർ വന്ന് വീഴുന്നതിനനുസരിച്ച് ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടർബൈനുമായിട്ട് കണക്ട് ചെയ്താണ് ജനറേറ്റർ ഇരിക്കുന്നത്. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജനറേറ്റർ വർക്ക് ചെയ്യും. വാട്ടർ സ്റ്റോർഡ് അറ്റ് എ ഹൈറ്റ് ഈസ് അലൗഡ് ടു ഫ്ലോ ഡൗൺ ത്രൂ എ പെൻസ്റ്റോക്ക് പൈപ്പ്. The energy of the flowing water is used to rotate the turbine and electricity is generated. ഇവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് നമുക്ക് നോക്കാം. വാട്ടർ ഒരു റിസർവോയറിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ വാട്ടർ ഈസ് സ്റ്റോർഡ് അറ്റ് എ ഹൈറ്റ്. അത് കാരണം അവിടെയുള്ള എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഈ വെള്ളം ഒഴുകുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ആ ഫ്ലോയിങ് വാട്ടറിന്റെ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ എനർജിയാണ് വരുന്നത്. ഈ മെക്കാനിക്കൽ എനർജിയാണ് ജനറേറ്ററിന് ലഭിക്കുന്നത്. സോ ജനറേറ്ററിന് റൺ ചെയ്യാനുള്ള മെക്കാനിക്കൽ എനർജി കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കൈനറ്റിക് എനർജി. Then kinetic energy is converted into mechanical energy.
then mechanical energy is converted into electrical energy. Hydroelectric power stations ഉള്ള ചില സ്ഥലങ്ങളാണ് മൂലമറ്റം, കുറ്റിയാടി, പള്ളിവാസൽ, ശബരിഗിരി. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ സംഭവിക്കുന്ന എനർജി ചേഞ്ച് ആണ് പൊട്ടൻഷ്യൽ എനർജി is converted into kinetic energy, is converted into mechanical energy, is converted into electrical energy. റിസർവോയറിൽ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആണുള്ളത്. ആ വെള്ളം ഒഴുകുമ്പോൾ കൈനറ്റിക് എനർജി ആണുള്ളത്. ആ ഒഴുകുന്ന വെള്ളം ഉപയോഗിച്ച് ടർബൈൻ കറങ്ങുമ്പോൾ മെക്കാനിക്കൽ എനർജി ആണുള്ളത്. ആ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ലഭിക്കുന്നു. തെർമൽ പവർ സ്റ്റേഷൻസിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്യൂവൽസ് ലൈക്ക് കോൾ, നാഫ്ത, ലിഗ്നൈറ്റ് എക്സെട്ര ആർ ഇഗ്നൈറ്റഡ്. കോൾ, നാഫ്ത, ലിഗ്നൈറ്റ് മുതലായ ഫ്യൂവൽസ് ബേൺ ചെയ്യും. The heat energy thus liberated is used to convert water into steam at high temperature and pressure. ഈ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ച് വാട്ടർ ചൂടാക്കും. വാട്ടർ ചൂടാക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലുമുള്ള സ്റ്റീം ലഭ്യമാകും. The energy of steam is used to rotate the turbines to generate electricity. ആ സ്റ്റീമിന്റെ എനർജി ഉപയോഗിച്ച് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിക്കുകയും അങ്ങനെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുകയും ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി ലഭിക്കുകയും ചെയ്യും. തെർമൽ പവർ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് നോക്കാം. ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുമ്പോൾ കെമിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ് വാട്ടർ സ്റ്റീം ആക്കി മാറ്റുന്നത്. സ്റ്റീമിലുള്ളതും ഹീറ്റ് എനർജി തന്നെയാണ്. ഈ സ്റ്റീം ഉപയോഗിച്ചാണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ മെക്കാനിക്കൽ എനർജിയാണുള്ളത്. ആ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് ജനറേറ്റർ വർക്ക് ചെയ്യിക്കും. സോ അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. സോ തെർമൽ പവർ സ്റ്റേഷനിൽ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഹീറ്റ് എനർജി, ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി, is again converted into electrical energy. തെർമൽ പവർ സ്റ്റേഷൻസ് ഉള്ള സ്ഥലങ്ങളാണ് നെയ്വേലി, കായംകുളം, രാമഗുണ്ടം, കോർബ. നെയ്വേലി തമിഴ്നാട്ടിലാണ്, കായംകുളം കേരളത്തിലാണ്, രാമഗുണ്ടം തെലങ്കാനയിലാണ്, കോർബ ഛത്തീസ്ഗഡിലാണ്. തെർമൽ പവർ സ്റ്റേഷൻസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നു. സോ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഹീറ്റ് എനർജി. അപ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ച് വാട്ടർ സ്റ്റീം ആക്കി മാറ്റുന്നു. ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലുമുള്ള സ്റ്റീമായിട്ടാണ് മാറ്റുന്നത്. ആ സ്റ്റീം ഉപയോഗിച്ച് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. സോ ഹീറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ആ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിച്ച് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നു. So mechanical energy is converted into electrical energy. So thermal power stations la chemical energy converted into heat energy, converted into mechanical energy, converted into electrical energy. Hydroelectric power stationലും thermal power stationലും ഇലക്ട്രിസിറ്റി ഏത് രീതിയിലാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് പഠിച്ചു വെക്കണം. ഈ രണ്ട് പവർ സ്റ്റേഷൻസും ഉള്ള 4 സ്ഥലങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലും തെർമൽ പവർ സ്റ്റേഷനിലും ഉണ്ടാകുന്ന എനർജി ചേഞ്ചും പഠിച്ചു വെക്കുക. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.